കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സുധീഷ് നിധിയായിട്ടുള്ള പിണക്കം തീർക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. ഉടനെ തന്നെയാണ് ഗായു ഫോൺ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുധീഷ് കൊണ്ട് ഓടുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക സുഭാഷിന്റെ അടുത്ത്, ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാ എന്റെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയതെന്ന്. ഇപ്പോൾ ഗായു മാത്രം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാ ഇപ്പം വിളിയും എന്നൊക്കെ പറയുന്നുണ്ട്. വിളിച്ചോട്ടെ, അവൻ ആരും ഇല്ലായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുക, എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ചേട്ടൻ അവളെടുത്ത് വിളിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയുക, എന്തായാലും എനിക്ക് പറ്റിയൊരു അബദ്ധമായിട്ടാണ് ഞാൻ ഇപ്പോൾ അയാളെ കാണുന്നത് തന്നെ, അതിൻ്റെ അടുത്താ ഞാൻ വിളിക്കാൻ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ ബേക്കിൽ നിന്ന് വന്നോളും, ദേഷ്യം വന്നിട്ട് ഒന്ന് കാണിക്കുകയല്ലേ, അതൊക്കെ നമ്മൾ ക്ഷമിച്ചു കളയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഉടൻ തന്നെ ആ ഗായു സുഖാണോ എന്ന് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോഴത്തേക്കും നമുക്ക് അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, എവിടെ വെച്ച് കാണാന്നാ പറയുന്നത്. അപ്പോഴത്തേക്കും പറയുക, അയ്യോ ഞാൻ മറന്നുപോയി, എവിടെയാ സ്ഥലം ഒന്ന്, നമുക്കിന്ന് വെയിറ്റ് ഷെട്ടി വെച്ച് തന്നെ ബസ് സ്റ്റോപ്പില് അവിടെ ഞാൻ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഉടനെ തന്നെ നിധി പറയുക, സ്ഥലം വരെ പറഞ്ഞു കൊടുത്തു, മനസ്സിലായല്ലോ, ഇതൊക്കെ കൊണ്ടാ ഇപ്പോഴത്തേക്കും ദേഷ്യം വരാനൊക്കെ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു, അവൻ എന്തെങ്കിലും ചെയ്തോട്ടോ, അതിന് മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്ത് വിഷമോ, പക്ഷെ എൻ്റെ അടുത്ത് കാണിച്ചത് ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അന്ന് ക്ഷമിക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ചിട്ട് നിധി എടുത്ത് സുധീഷ് എന്ന് പറയുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ നിധി ഇന്ന് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ കൂടെ വരും, ഇന്ന് ബസ് സ്റ്റോപ്പിലോട്ട് എനിക്ക് ഗായുവിനൊന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ എന്തിനാ വരുന്നത്, എന്നെ ഇതിലെ വലിച്ചു വയ്ക്കുകയൊന്നും വേണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്, ഗായു ആണെങ്കിൽ നല്ല കുട്ടിയെ, സുന്ദരിയും, എന്തായാലും അവൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ഞാനാണെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ആരെയും കാണണ്ട, ഇപ്പൊ ഇനി ഞാൻ ഒരാളെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, നിധി നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആള്, എനിക്ക് അവളെ കണ്ടാൽ മതി. പക്ഷേ അവളെന്റെ ഭാര്യയാണെങ്കിലും അവളെന്റെ അടുത്ത് ഒരു സ്നേഹമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിച്ചാൽ എന്താ തെറ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സുഭാഷ് പറയുക, മതി നീ ഓവറാക്കി ആക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുക, എന്റെ സ്നേഹമൊന്ന് ഞാൻ എല്ലായിടത്തും വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കാനല്ല എന്റെ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഭാസ്കരൻ വരുന്നത്. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല, ഇവിടെ ഇവരുടെ പിണക്കം മാറ്റിയതാ ഞങ്ങള്, എന്തായാലും പോവാൻ സമയമായില്ല, എല്ലാവർക്കും കഴിക്കാമാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് സുഭാഷ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് സുഭാഷ് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും എടുത്ത് കഴിച്ചോണം, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് നിധിയെ വിളിക്കുന്നുണ്ട്. കഴിക്കാൻ വരുന്നില്ലേ, നമുക്ക് ഒരുമിച്ചാ പോവേണ്ടത്, ഞാൻ നിങ്ങളോട് വരുന്നില്ല, എന്റെ കൂടെ വരെയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ഇറങ്ങുന്ന സമയത്ത് സുധീഷ് ബേക്കിൽ നിന്ന് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് നിധിയുടെ അടുത്ത് എന്ന് പറയുക, എന്താ ഞാൻ കൂടെ വന്നാലെങ്കിൽ കുഴപ്പമുണ്ടോ, ഗായു കണ്ടാൽ അത് പ്രശ്നമാണ്, ഞാൻ ഇത്തിരി സ്പീഡിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പില്. അവിടെ നിന്നപ്പോഴത്തേക്കും അവിടെ ആ ഗായു അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന സമയത്ത് അവിടെ നിധി വരുന്നുണ്ട്. നിധി അടുത്ത് വന്ന സമയത്ത് ചോദിക്കുക, ഫോൺ വിളിച്ച് നിധിയുടെ അടുത്ത്, എന്താ ഇവിടെയാണെങ്കിൽ നിൽക്കുന്നത് നിങ്ങൾ, അതാര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല, ഞാൻ ഇവിടെ വെച്ച് കണ്ടതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് പറയുക, എനിക്കറിയാം, എൻ്റെ വീട്ടിലെ കുട്ടി തന്നെയാ എന്നൊക്കെ പറയുക. അതോ, ഏത് കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പെട്ടെന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഗായു ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി ഏതാന്നാ പറഞ്ഞേ? അത് ഞങ്ങളെ വീട്ടിലെ കുട്ടി, ഒരു ദിവസം ഞങ്ങളെ വീട്ടിലൊന്ന് വരണം, അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ നിധി ഓഫീസിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് സുഭാഷ്, എന്താ അവിടെ നിന്ന് വെയിറ്റിംഗ് ഷീറ്റില് എന്തോ പറയുന്നതായിട്ട് ഇവിടെ ഇവിടെ ആരോ പറയുന്ന കേട്ടോ. ആരോ അല്ല, നിധിയല്ലേ, എന്തായാലും എന്നെ കുറിച്ചായിരിക്കും. ആ ഗായു ഞാൻ നിധി സംസാരിക്കുന്ന കണ്ടിട്ട് ആരാന്ന് ചോദിച്ചതാ, ആ കുട്ടിക്ക് എന്ത് ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് അറിയാവോ എന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ആയിക്കോട്ടെ, എന്തായാലും ആ കുട്ടിയുടെ അടുത്ത് ഉള്ള സത്യം എന്താ പറയാത്തെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്തിനാ പറയുന്നേ, അത് പതുക്കെ ഞാൻ പറയണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പോകുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിന്റെ അടുത്ത് വീണ്ടും ഹരീഷ് പറയുക, എന്തായാലും നമുക്ക് ഇതിന്റെ ഇടയിൽ കല്യാണത്തിന്റെ കാര്യം വിട്ടുപോയി, ബ്രോക്കർ വിളിച്ചിരുന്നു,
എന്തായാലും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്തായാലും നമ്മൾ ആദ്യം ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സമയത്ത് സുധീഷിന്റെ അടുത്ത് ഹരീഷ് പറയുക, നമുക്കൊന്ന് നിധിയെ ഒന്ന് പറ്റിച്ചത് വലിയ മോശമായിപ്പോയി. എന്തായാലും അവളെ മുമ്പ് വെച്ച് ചുമ്മാ ഗായി ഒന്ന് ഷോ ഒന്നും നിങ്ങളെ കാണിക്കരുത്. അവസാനം ഓവറാക്കി നിധി അവസാനം ഇറങ്ങിപ്പോയിട്ട് വീണ്ടും വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങളടുത്ത് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവള് പോവില്ല, ഞാൻ ചുമ്മാ തമാശയെ കാണിക്കുമെന്ന് അവക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും തമാശ എപ്പോഴും കാര്യമാവുമെന്ന് അറിയില്ല കേട്ടോ എന്നൊക്കെ സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുക, എനിക്ക് നീതുവിനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, എങ്കിൽ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ സുഭാഷ് പറഞ്ഞയക്കുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, പോയിട്ട് പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി നിന്ന് നീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഹരീഷ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മാറി നിൽക്കുക സുധീഷ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ വന്നത്, എന്താ കാര്യം? ഇല്ല, എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നിയിട്ടല്ലേ വന്നതെന്ന് പറഞ്ഞ് പരസ്പരം നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നുണ്ട്. പെട്ടെന്ന് നീതു ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഹരീഷിൻ്റെ അടുത്ത് വീണ്ടും പറയുക, എന്താ എൻ്റെ അടുത്ത് ഒരു ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീതു. ആ സമയത്ത് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന സുധീഷ് മിണ്ടാതെ നിൽക്കുക. എന്നിട്ട് പറയും, വേണ്ട, ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ അത് വേണ്ട, അത് ശല്യമാവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പേടിച്ച് വിറച്ച് നാണത്തോടെ നിൽക്കുന്ന ഹരീഷിനെ കണ്ടിട്ട് സുധീഷിനെ ചിരി വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പറയുക, വേണ്ട, ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഹരീഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നീതു അകത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് സുധീഷ് ചോദിക്കുക, എന്താ നിനക്ക് ഭയങ്കര നാണമായിരുന്നു, അവളാണെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ചപ്പം നീ എന്താ മിണ്ടാതെ നിന്നത്, നീ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനാണ് ചുമ്മാ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി, ഇനി ആരെയും കണ്ടു നിന്നിട്ടാണ് ഇനി ഇത് വേറൊരു രീതിയിലോട്ട് പോകാൻ വേണ്ടി, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീ ആണെങ്കിൽ തിരിച്ചങ്ങനെ ഇഷ്ടമൊന്നും കാണിക്കുന്നില്ല, ചുമ്മാ അല്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പിണങ്ങുന്നത് എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. എന്തായാലും അവൾ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളെ സുഭാഷിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്, അത് കഴിഞ്ഞിട്ട് മതി കല്യാണമൊന്നും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഞാനാ പറഞ്ഞത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും സുഭാഷിൻ്റെ കല്യാണം നടക്കണം. അപ്പോഴത്തേക്കും സുധീഷ് പറയുക, ഏതെങ്കിലും ആണോ കല്യാണം നടത്തേണ്ടത്, എന്തായാലും ഈ കല്യാണം എങ്ങനെയൊക്കെ മുടക്കാനാണ് നോക്കേണ്ടത്, ഞങ്ങളൊന്നും അറിയിക്കാതെ ബ്രോക്കറെ വിളിപ്പിച്ചിട്ട് കല്യാണമാണെങ്കിൽ ഉറപ്പിക്കുന്ന രീതിയിൽ ആക്കിയ സുഭാഷേട്ടൻ എന്തുദ്ദേശത്തോടെയെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ സുധീഷ് ചോദിക്കുക ഹരീഷിൻ്റെ അടുത്ത്, ഇനിയാണെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെ തീരുമാനം എടുത്തത്, നീ നീതുവിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ട്? ഞാൻ ഒന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് അതും ഇതും ചോദിക്കില്ല കേട്ടല്ലോ ഇങ്ങനത്തെ, ഞാനാണെങ്കിൽ അങ്ങനെ ചതിക്കാൻ നോക്കുമോ നമ്മുടെ ചേട്ടനെ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് പ്രശ്നമാവണ്ട, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയുക. അപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു സുഭാഷ് പറയുക, ഇത്രയും നേരം നീ എവിടെ പോയായിരുന്നു? ഇല്ല, ഞാനാണെങ്കിൽ അവിടുത്തെ ലവ് സീൻ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്തോന്നാ? അല്ല, അവിടുത്തെ സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു, സുഭാഷേട്ടനും വരണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മതിയാക്കി കളിയാക്കരുതെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പം നിധിയുടെ അടുത്ത് പറയുക, ഇന്നലെ രണ്ടുപേരും കൂടെ നീതുവിനെ കാണാൻ പോയിരുന്നു എന്ന്. എപ്പോഴിപ്പം നീതുവിനെ കാണാൻ പോക്കാണല്ലോ ഹരീഷിന് എന്നൊക്കെ നിധി പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ്റെ ഗായി ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷും വന്നു. ആ സമയത്ത് പറയുക, തുടങ്ങി ഒരാൾക്ക് ഗായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, ഈ കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നൊക്കെ പറയുക നിധി. അത് പറഞ്ഞുകൊണ്ട് നിന്നത് സുഭാഷിൻ്റെ അടുത്താണ്. സുഭാഷ് പറയുക, അവൻ ചുമ്മാ മോളെടുത്ത് വലിയ ആളാകാൻ വേണ്ടി അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ, അതൊന്നും മോള് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെയൊന്നുമല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ നിധി തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും അന്ന് നിധി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുക. ആ സമയത്ത് നികേഷും അതുപോലെ തന്നെയാണ് ഹരീഷും എല്ലാവരും വീട്ടിലുണ്ട്. അങ്ങനെ ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് കാണാത്ത സമയമായതുകൊണ്ട് തന്നെ ഗായു തിരിച്ച് അവരെ വീട്ടിലേക്ക് വരുന്നുണ്ട് സുഭാഷിൻ്റെ. ആ സമയത്ത് മുറ്റത്തൂടെ ഇറങ്ങി ഇങ്ങനെ വരുന്നത് കണ്ട് തന്നെ ചോദിക്കുക സുധീഷ്, നോക്ക് ആ കുട്ടി ഇങ്ങോട്ട് വരുന്നു, ഇതെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷ് അപ്പം പറയുക, എനിക്കറിയില്ല, നിങ്ങളെ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്നാണെങ്കിൽ വരുന്ന സമയമായപ്പോഴത്തേക്കും അവിടെ സ്റ്റോപ്പിൽ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് സുധീഷിൻ്റെ കയ്യിൽ ഷേക്കൻഡ് കൊടുക്കുന്നുണ്ട് ആ കുട്ടി. ഇത് കണ്ടിട്ട് എല്ലാവരെയും ഞെട്ടി നിൽക്കുന്നുണ്ട്.
പെട്ടെന്ന് തന്നെ നീതു ഇത് കണ്ടിട്ട് നോക്കി നിൽക്കുക. ഈ കുട്ടി എന്തിനാ സുധീഷിനെ കയ്യിൽ കയറി പിടിക്കുന്നേ എന്നൊക്കെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഷേക്കൻഡ് കൊടുത്തതല്ലേ എന്ന് പറയുന്നുണ്ട് ഹരീഷും അതുപോലെ നികേഷും കൂടെ. എന്തായാലും ആ കുട്ടിക്ക് അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നിട്ടല്ലേ ഇനി വീണ്ടും വരെ തിരക്കി വന്നത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, അച്ഛനിപ്പം വരും, എന്നെ അറിഞ്ഞ വഴക്ക് പറയും, പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ സുധീഷ് പോകാൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ സമയത്ത് നിധി പറയോ, കണ്ടോ വീട് വരെ ആ കുട്ടി നോക്കി എത്തിയിരിക്കുക, എന്തായാലും ഇതേതുവരെ എത്തി നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരി, ആ കുട്ടി കണ്ടോ ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങി വന്നത്. നിന്നെ ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ നീ ഇന്ന് എടുത്തില്ലായിരുന്നോ? ഇല്ല, എനിക്കിന്ന് സമയം കിട്ടിയില്ല, എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തിയത്. നിന്നെ അല്ലെങ്കിൽ നീ എന്നും പോയി അവിടെ നിൽക്കുമല്ലോ, ഇനിയെങ്കിലും നിർത്തിക്കോണം നിൻ്റെ സ്റ്റോപ്പിൽ പോയുള്ള വായിൽ നോട്ടം എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വഴക്ക് പറയുന്നുണ്ട്. ചുമ്മാ ആളുകളൊക്കെ ഉണ്ട്, അതും ഇതും പറയിപ്പിക്കരുത്, 2-3 പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഒരു അടിപിടിയൊന്നും ഈ വീട്ടിൽ നടക്കാൻ പറ്റില്ല. അതുമല്ല കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, നിൻ്റെ അനിയത്തിരി പ്രായമേ ഉള്ളൂ, നീ ഇനിയാണെങ്കിൽ ആ കുട്ടിയുടെ ബാക്കിൽ നടക്കുകയോ അവളെ വിളിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് സുഭാഷ് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭാസ്കരൻ വരുന്നു. എന്താ ഇവിടെ ഏതോ ഒരു കുട്ടി വന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നടന്ന്, ആരാ അത്? അതാണ് നമ്മളെ സുധീഷേൻ്റെ പുതിയ കാമുകിയോ? അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഇവിടെ നികേഷിന് ഇഷ്ടപ്പെട്ട് നടന്ന കുട്ടിയാണ്, പക്ഷേ നികേഷിന് നോക്കിയത് നമ്മുടെ സുധീഷിൻ്റെ നമ്പർ വാങ്ങാനാ. എന്തായാലും അവർ തമ്മിലിപ്പം പ്രേമത്തിലെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല, ഇവർ തമ്മിൽ അങ്ങോട്ടൊക്കെ വിളിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ഭാസ്കരൻ പറയുക, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കി വെക്കുകയെന്ന് ചെയ്യില്ല, ഞാനാ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം മനസ്സിലായല്ലോ, ഓരോ വഴിക്ക് അടി വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടി നടക്കുമോ ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ. ആദ്യമായിട്ട് പെണ്ണ് ഈ വീട്ടിൽ വന്ന് കയറിയില്ല എന്ന് പറഞ്ഞതായിരുന്നു പ്രശ്നം, ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ക്യൂ നിൽക്കുക ഈ വീട്ടിലോട്ട്. ഇതൊക്കെ ഈ നാട്ടുകാർക്ക് പറഞ്ഞ് അറിയാവോ എന്നൊക്കെ ഭാസ്കരൻ കിടന്ന് പറയുന്നത് കേട്ട് നിധിക്ക് ചിരി വരുന്നുണ്ട്. എന്തായാലും അവൻ ചുമ്മാ തമാശ കാണിക്കുന്നതല്ലേ, അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് സുഭാഷ് പറഞ്ഞിട്ട് സുഭാഷ് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നിധിയും അതുപോലെ തന്നെ എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇനിയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെയെങ്കിൽ നിധിയെടുത്ത് പറയുക സുധീഷ്, ഞാൻ കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്, ഇന്ന് നടന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ നീതുവും അതുപോലെ തന്നെയാണ് ഹരീഷും അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ ഇപ്പം വന്നേല്ലേ ഉള്ളൂ, ഇതെങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, അങ്ങനെ വന്നതാ എന്ന് നിധി പറയുന്നുണ്ട്. എന്നിട്ട് എന്താ വിശേഷം, എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാ സുഭാഷിൻ്റെ കല്യാണത്തെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹരീഷ് പറഞ്ഞായിരുന്നു എന്തോ ഒരു അബദ്ധത്തിലേക്ക് ചാടാൻ പോകുന്നെന്ന്, പക്ഷേ ഒരു കാര്യമുണ്ട്, അത് സുഭാഷേട്ടൻ തീരുമാനിച്ച കല്യാണമെങ്കിൽ അത് നടക്കുന്നത് ല്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധിയും സുധീഷും വന്നിട്ട് ചോദിക്കുക, അത് അറിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന്. ഞങ്ങൾക്ക് പക്ഷേ വലിയ കുഴപ്പമുണ്ട്, അങ്ങനത്തെ കുട്ടിയാണ് അതുമാത്രമല്ല വയസ്സുണ്ട് എന്തായാലും സുഭാഷേനേക്കാളും, അതുമാത്രമല്ല സംസാരം ശരിയല്ല, നമുക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാന്നൊക്കെ പറയുന്നുണ്ട്. നിധിയെ കണ്ടിട്ട് വീണ്ടും നീതി പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അങ്ങ് നടത്തുന്നതല്ലേ നല്ലതെന്ന്. ആ സമയത്ത് ഹരീഷ് നീതിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കെന്താ ഇത് നടത്തണമെന്ന് വലിയൊരു കാര്യം, നിനക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? നീ വിചാരിക്കുന്ന എന്തെന്ന് എനിക്കറിയാം, സുഭാഷേൻ്റെ കല്യാണം നടന്ന ഉടനെ നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇതിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പിണങ്ങണ്ട എന്ന് പറഞ്ഞ് നീതി പറയുന്നുണ്ട്. എന്തായാലും നടക്കാൻ വിധിയുണ്ടെങ്കിൽ നടക്കും, ഇത് നടത്തിയ നിങ്ങളാരും തടസ്സം നിൽക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് നീതു പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പറയുക, അവൾ പറഞ്ഞു കേട്ടില്ലേ, എന്തായാലും സുഭാഷേട്ട ഒന്ന് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ അടുത്ത്, പക്ഷേ അത് പോയി സംസാരിക്കില്ല. നമുക്കിനി ഒരു ദിവസം പോയി സംസാരിക്കേണ്ടിയിരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരുത്തണം. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് തന്നെയാണ് ജോലിസ്ഥലത്ത് ഞാൻ കയറാം സുഭാഷേട്ടൻ്റെ എന്ന് പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ സുധീഷ് ജോലിസ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ചോദിക്കുക സുഭാഷിൻ്റെ അടുത്ത്, എന്താ ഈ കല്യാണത്തിന് നടത്താൻ താല്പര്യം, എനിക്കത് അറിയണം, എൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്ന് പറയുക. അല്ല, നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വരണ വഴിക്ക് ഞാൻ ആലോചിച്ചതാ, എന്തായാലും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കഴിയണമെങ്കിൽ എൻ്റെ കല്യാണം നടക്കണം, ആ ഒരു ചിന്തയിലൂടെ ഞാൻ ബ്രോക്കറെ കണ്ട് സംസാരിച്ച് ഇതുവരെ ആക്കി വെച്ചതാ, ഇനി നിങ്ങളാരും തടസ്സവും നിൽക്കരുത്, ഇത് നടക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, എന്തായാലും
ഇത് ഒരിക്കൽ കൂടെ ആലോചിക്കണം. നമ്മളെ കാര്യം പോലെയോ തമാശയല്ല ഈ ജീവിതം സുഭാഷ് ഏട്ടൻ്റെ. എന്തായാലും നിധിയുടെ കാര്യത്തിൽ അറിയാലോ, ഇതുവരെയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ഡൈവേഴ്സ് വരെ ആവാൻ രീതിയിലാണ് നിധി നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഒരു ഗായി വന്നിട്ടുണ്ട്, അത് അവളെ ഞാൻ ദേഷ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സുഭാഷ് പറയുക, ഇനിയെങ്കിലും അവളെ മുമ്പിൽ വെച്ച് നീ ഷോ കാണിക്കൽ നിർത്തണം. അവസാനം അവൾ ഇട്ടിട്ട് പോവേ ചെയ്യുള്ളൂ നിൻ്റെ ഈ ഷോ കാരണം. എന്തായാലും അവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നീ ഈ കാണിക്കുന്ന ഓരോ കാര്യം കണ്ടിട്ട്. അത് നമ്മളെ കാണുമല്ലേ വീട്ടിൽ വെച്ച്. അവളെ കാര്യം പറഞ്ഞപ്പം നിന്നെ അന്ന് അടിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അവളെ മുമ്പിൽ വെച്ച് ആ കുട്ടിയെ വിളിക്കാതിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ശ്രമിക്കാം. ആദ്യം സുഭാഷിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കല്യാണം വേണ്ടെന്ന് വെക്കണം, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെ മാറ്റിയൊന്നും പറയണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബ്രോക്കറോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് കയറുന്നുണ്ട്. അങ്ങനെ ഒന്നും കേൾക്കാതെ നിൽക്കുന്ന സുഭാഷിനെ കണ്ട് നിധിയുടെ അടുത്ത് വീണ്ടും സുധീഷ് വന്ന് പറയുന്നുണ്ട്, എന്തായാലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ അതൊന്നെ ആരും സംസാരിച്ചിട്ടോ ഒരു കാര്യമില്ല. എല്ലാം ബ്രോക്കറെ ഏൽപ്പിച്ച് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇനി ബ്രോക്കറെ അടുത്ത് എന്ത് സംസാരിക്കാൻ